ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന വിചിന്തന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. മൂന്ന് സപ്തഗണങ്ങളുടെ വിവരണങ്ങൾക്ക് ശേഷം ദൈവം നടപ്പാക്കുന്ന ആ വിധി, അതാണ് നമ്മൾ 17-ാമത്തെ അധ്യായം മുതൽ കാണുക. 17-ാമത്തെ അധ്യായത്തിൽ ബാബിലോണിൻ്റെ മേലുള്ള വിധിയെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. തുടർന്ന് 18-ാമത്തെ അധ്യായത്തിൽ ഈ ബാബിലോണിൻ്റെ ആ നാശം അത് കാഴ്ചക്കാരിൽ ഉളവാക്കുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ കാണുക. അപ്പോൾ അതിലാദ്യത്തെ ഭാഗത്ത് 18-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള ആ ഭാഗത്ത് ബാബിലോണിന് സംഭവിക്കുന്ന നാശത്തെക്കുറിച്ചും തുടർന്ന് ആ നഗരത്തിൽ നിന്ന് ഓടിയകലുവാനുള്ള ആഹ്വാനത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ തുടർന്ന് 9-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് ഈ നാശം ഉളവാക്കുന്ന പ്രതികരണങ്ങൾ രാജാക്കന്മാരിൽ, വ്യാപാരികളിൽ, അതുപോലെ തന്നെ നാവികരിലൊക്കെ ഉളവാക്കുന്ന പ്രതികരണങ്ങൾ. അപ്പോൾ ആ പ്രതികരണങ്ങളിലൂടെ ആ ഗ്രന്ഥകാരൻ ഈ നഗരത്തിൻ്റെ നാശവും അതിൻ്റെ വ്യാപ്തിയും അതുപോലെ തന്നെ അവരൊക്കെ പിഞ്ചെന്നിരുന്ന ആ മൂല്യവ്യവസ്ഥിതിയുടെ നശ്വരതയും ഒക്കെയാണ് ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുക. നമ്മൾ 9-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇനി 10-ാമത്തെ വാക്യത്തിലേക്കാണ് നമ്മൾ കടക്കുക. 10-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയനിമിത്തം അകലെ നിന്നുകൊണ്ട് അവർ പറയും, കഷ്ടം കഷ്ടം മഹാനഗരമേ, സുശക്ത നഗരമായ ബാബിലോൺ, 1 മണിക്കൂർ കൊണ്ട് നിൻ്റെ വിധി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ബാബിലോൺ എന്ന് പറയുന്ന ആ മഹാനഗരത്തിൻ്റെ ആ നാശം തന്നെയാണ് ഇവിടുത്തെ പ്രമേയം. അപ്പോൾ ആ നാശം ഉളവാക്കുന്ന ആ ഭയം, അപ്പോൾ ഈ സാമ്രാജ്യം തകർന്ന് തരിപ്പണമായ ഈ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ അത് കാണുന്നവർ ഒക്കെ ഭയപ്പെടുന്നതും. ആരാണ് കൂടുതൽ ഭയപ്പെടുന്നത്? തീർച്ചയായിട്ടും അവളുമായിട്ട് ഇടപഴകി ജീവിക്കുകയും അവളുമായിട്ടുള്ള ആ കൂട്ടുകെട്ട് വഴി സമ്പത്തൊക്കെ ആർജിച്ചവർ, അവളുടെ കൂടെ ആ ആർഭാടത്തിൽ പങ്കുചേർന്നവർ, അവളുടെ ദുർവൃത്തിയിൽ പങ്കുചേർന്നവർ. അപ്പോൾ അവരെ ഗ്രസിക്കുന്ന ഭയം ഇവൾക്ക് വന്ന ഈ ബാബിലോൺ എന്ന് പറയുന്ന ആ നഗരത്തിന് വന്ന നാശം തങ്ങളെയും പിടികൂടും എന്ന് തന്നെയാണ്. അപ്പോൾ ഇത് ഏതു നിമിഷവും സംഭവിക്കാം എന്നുള്ള ഭയമാണ് അവരുടെയൊക്കെ ഉള്ളിൽ. അപ്പോൾ ആ ഒരു ഭയമാണ് ഇവിടെ അവർ പ്രകടിപ്പിക്കുക. അപ്പോൾ ഇവിടെ ആ നഗരത്തെ നോക്കിയിട്ട് കഷ്ടം കഷ്ടം എന്നൊക്കെ ഇവർ അലമുറയിടുന്നു. ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിക്കുന്ന പ്രയോഗം ഉവായ് ഉവായ് എന്നുള്ള ആ പ്രയോഗം, അത് നമ്മൾ ഇതിനു മുമ്പുള്ള അധ്യായത്തിൽ നമ്മളൊക്കെ കാണുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ 16, 19 വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നഗരത്തിന് സംഭവിക്കുന്ന ആ സമ്പൂർണ്ണ നാശമാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. നമ്മളിതിന് മുമ്പത്തെ ആ ഒരു ഭാഗത്ത്, ആദ്യ ഭാഗത്ത് 8-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ഭൂവാസികൾക്ക് ദുരിതം ദുരിതം എന്നൊക്കെ അവർ ഉച്ചസ്വരത്തിൽ പറയുന്ന നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെയും ഉപയോഗിച്ചിരിക്കുന്ന ആ പദം, അതും ഈ ഗ്രീക്ക് ഭാഷയിൽ ഉവായ് ഉവായ് എന്ന് തന്നെയാണ്. അവിടെ ദുരിതം ദുരിതം എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അധർമ്മികൾക്ക് വന്ന് ഭവിക്കുന്ന ആ ദുരിതമാണ്, കഷ്ടതകളാണ് അതവിടെ സൂചിപ്പിക്കുക. ഇവിടെ ബാബിലോൺ എന്ന ആ നഗരത്തിനുണ്ടാകുന്ന നാശത്തിൻ്റെ ആ വ്യാപ്തി, ആ സർവനാശം, അത് സൂചിപ്പിക്കുവാനായിട്ടാണ് ഈ പദം ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയും നാൾ ആരാധനാഭാവത്തോടെ നോക്കിക്കണ്ടിരുന്ന ആ നഗരത്തിന്
വന്ന ആ അവസ്ഥ അത് കണ്ടിട്ട് അവർ ആരാധനയോടെ അവർ ആർത്തു വിളിച്ചിരുന്നവർ ഇപ്പോൾ അതിനെ നോക്കി ഉവായ് ഉവായ് എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരുതുന്നു. ഇനി അവളെക്കുറിച്ച് പറയുന്നു, 1 മണിക്കൂർ കൊണ്ട് നിന്റെ നാശം വന്നു കഴിഞ്ഞല്ലോ എന്നാണ്. ഒറ്റ മണിക്കൂർ കൊണ്ട്. അതായത് ഇവരൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നാശം അവളെ ഗ്രസിച്ചു എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പ്രയോഗം ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് അത് ദാനിയേൽ 4:17 പശ്ചാത്തലത്തിലാണ്. അത് സപ്തതി പരിഭാഷയിൽ ഈ ഒരു പ്രയോഗം കാണാം. അപ്പോൾ അവിടെ 1 മണിക്കൂർ കൊണ്ടുള്ള ആ നാശത്തെക്കുറിച്ച് പറയുന്നത് രാജാവിൻ്റെ വിധിയെക്കുറിച്ച് പറയുന്നതെന്ന് എടുത്തിരിക്കുന്നതായിരിക്കാം എന്നാണ് വ്യാഖ്യാതാക്കളൊക്കെ പറയുക. അപ്പോൾ അവിടെ അതിന് കാരണമായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ സർവാധികാരം അംഗീകരിക്കുവാനായിട്ട് രാജാവ് തയ്യാറാകുന്നില്ല, പാവങ്ങളോട് കരുണ കാണിക്കുന്നില്ല. അപ്പോൾ അതിനൊക്കെ ശിക്ഷയായിട്ട് നെബൂഖദ്നേസർ രാജാവിൻ്റെ സമ്പൽ സമൃദ്ധി എടുത്തു മാറ്റുന്നതാണ് അവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഇത് ഹീബ്രു ഗ്രന്ഥത്തിൽ നിന്നല്ല, അപ്പോൾ അതിൻ്റെ സപ്തതി ഗ്രീക്ക് പരിഭാഷയിലാണ് ഈ ഒരു കാര്യം ചേർത്തിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ അവിടെയും പറഞ്ഞിരിക്കുന്നൊരു കാര്യം എന്താണ്? ദൈവത്തിൽ നിന്ന് അകലുന്നത് കൊണ്ടാണ് അവർക്ക് ആ രാജ്യത്തിന്, ആ രാജാവിന് ഈ നാശം വന്ന് ഭവിക്കുന്നത്. ഇനി ഈ നഗരത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളും അതും ശ്രദ്ധേയമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് മഹത്വവും ശക്തവുമായ ആ ബാബിലോൺ എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം ഈ 2 വിശേഷണങ്ങൾ ബൈബിളിൽ അത് ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളാണ്. ദൈവത്തിന് മഹത്വം നൽകുമെന്നാണ് പറയുക. അപ്പോൾ ഇവിടെ ഈ 2 വിശേഷണങ്ങൾ ഈ ബാബിലോൺ എന്ന് പറയുന്ന ഈ നഗരത്തിന് കൊടുക്കുമ്പോഴെന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിന് ഉള്ള ഈ വിശേഷണങ്ങൾ ദൈവത്തിന് അർഹതപ്പെട്ടത് അത് അവരവകാശപ്പെടുന്നു. അതായത് അവരൊക്കെ സ്വയം ദൈവങ്ങളാകുവാനായിട്ട് ശ്രമിക്കുന്നു. അതാണല്ലോ ഈ ഇന്ന് കാണുന്ന പല സാമ്രാജ്യങ്ങളുമൊക്കെ ചെയ്യുന്നത്. അവരൊക്കെ അവരുടെയൊക്കെ അഹംഭാവത്തിൽ, അഹന്തയിൽ അവരൊക്കെ പറയുന്നത് തങ്ങളാണ് ദൈവം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിവരണമാണല്ലോ നമ്മൾ ഈ ചക്രവർത്തി ആരാധനയിൽ നമ്മളൊക്കെ കണ്ടത്. ചക്രവർത്തി നാഥനും കർത്താവെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നതിനെക്കുറിച്ചൊക്കെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ സാമ്രാജ്യം അവകാശപ്പെട്ടിരുന്ന ആ ശക്തിയിൽ ആണ്, രാഷ്ട്രീയ അടിത്തറയിലാണ് അതിനാശ്രയിച്ചിരുന്ന ആ സംവിധാനങ്ങൾ, വ്യാപാരികൾ അല്ലെങ്കിൽ നാവികർ ഒക്കെ തഴച്ച് വളർന്നിരുന്നത്. അപ്പോൾ ഈ സാമ്രാജ്യം അവകാശപ്പെട്ടിരുന്ന ആ മഹത്വവും ആ ശക്തിയുമൊക്കെ വെറും പൊള്ളയാണെന്ന് ഇവർ ഒക്കെ തിരിച്ചറിയുന്നു. അപ്പോൾ ഇവൾ ഒക്കെ മഹത്തരമാണ് ഇവൾ എന്ന് അവകാശപ്പെട്ടിരുന്നെങ്കിൽ ഇതാ അവളുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് എന്നവർ വിളിച്ചു പറയുകയാണ്. ഇനി ഇവർ ദൂരെ മാറി നിൽക്കുന്നതും നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അവളുമായിട്ട് ഇനി ഒരു ബന്ധവും വേണ്ട എന്നാണ് ഇവർ പ്രഖ്യാപിക്കുക. ഇത്രയും കാലം അവളോടൊത്ത് കാണപ്പെടാനായിട്ടാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ചക്രവർത്തിയുടെ സാന്നിധ്യം തങ്ങളുടെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചക്രവർത്തി ആരാധനയ്ക്കായിട്ട് അമ്പലങ്ങൾ അവർ പണിത്. അപ്പോൾ ചക്രവർത്തിയെ അവർ ആരാധിച്ച് ആ ചക്രവർത്തിയുടെ സാന്നിധ്യം അവർ ഉറപ്പിക്കുവാനായിട്ടൊക്കെ പരിശ്രമിച്ചിരുന്നു. അപ്പോൾ ചക്രവർത്തിയോട് ചേർന്ന് നിന്ന് താങ്കൾ ചക്രവർത്തിയുടെ ഭാഗത്താണെന്ന് അത് തെളിയിക്കാനായിട്ട് അവർ ഇത്ര നാൾ പരിശ്രമിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നേരെ മറിച്ച് ആ ചക്രവർത്തിയിൽ നിന്ന് ഓടി അകലുവാനായിട്ട്, ആ സംവിധാനത്തിൽ നിന്ന് ഓടി അകലുവാനായിട്ട് അവർ ശ്രമിക്കുന്നു. ഇനി ഓടി അകലുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം തീർച്ചയായിട്ടും ആ നാശത്തിൽ ഇവരും പങ്കുചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സാമ്രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കൂട്ടരൊക്കെ ഓടി അകലുമ്പോൾ ആരാധന സമൂഹം എന്താണ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആരാധന സമൂഹവും ഈ സംവിധാനങ്ങളിൽ നിന്നൊക്കെ ഓടി അകലേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ വിധിയുടെ നേരം ആത്മവിശ്വാസത്തോടെ അവിടുത്തെ മുന്നിൽ ആയിരിക്കണമെങ്കിൽ ഈ തിന്മയുടെ ശക്തികളിൽ നിന്ന്
നാം ഓടി അകലേണ്ടിയിരിക്കുന്നു. നമ്മൾ 2-3 അധ്യായങ്ങളിൽ ആ 7 സഭകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് ചില സഭകൾ ഈ വ്യവസ്ഥിതികളോട് ചേർന്ന് നിൽക്കുന്ന നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ സഭകളോട് അല്ലെങ്കിൽ അതേപോലെയുള്ള ആ മനോഭാവങ്ങൾ വെച്ച് പുലർത്തുന്ന ആ സമൂഹത്തോട്, ദൈവജനത്തോട് ആണ് പറയുന്നത്, ഇവർ ഓടി അകന്നതുപോലെ നിങ്ങളും ഓടി അകലുവിൻ. ഇനി തുടർന്ന് നമ്മൾ ഇവരുടെ ആ വിലാപം തുടർന്ന് നമുക്ക് കാണാം. 11-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നത് ഈ വ്യാപാരികൾ ഇവളെക്കുറിച്ച് വിലപിക്കുന്നതാണ്. അപ്പോൾ വേറൊരു കൂട്ടരും ഇവളോട് കൂടെ നിന്ന്, ഇവളോട് ചേർന്ന് നിന്ന് ഈ വ്യവസ്ഥിതിയുടെ ഭാഗമായി തീർന്ന് സമ്പത്ത് ആർജിച്ചവർ ഇപ്പോൾ അവരും വിലപിക്കുന്നു. അതിലെ 2-3 വാക്യങ്ങൾ ഇവിടെ വായിക്കാം. വ്യാപാരികളുടെ വിലാപമാണ്. ഇനി വ്യാപാരികൾ വിലപിക്കുമ്പോൾ അവർക്ക് വിൽക്കാൻ സാധിക്കാത്ത സാധനങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നീണ്ട ഒരു ലിസ്റ്റ് തന്നെ ഇവിടെയുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കുക. 18-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. ഭൂമിയിലെ വ്യാപാരികൾ അവളെക്കുറിച്ച് കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവരുടെ കച്ചവട സാധനങ്ങൾ ആരും തന്നെ വാങ്ങിക്കുന്നില്ല. സ്വർണം, വെള്ളി, വിലയേറിയ കല്ലുകൾ, മുത്തുകൾ, മൃദുല വസ്ത്രം, ധൂമ്രവസ്ത്രം, രക്താംബരം, പട്ട്, സുഗന്ധമുള്ള പലതരം തടികൾ, ദന്തനിർമ്മിതമായ പലതരം വസ്തുക്കൾ, വിലയേറിയ തടി, പിത്തള, ഇരുമ്പ്, വെണ്ണക്കല്ല് എന്നിവയിൽ തീർത്ത പലതരം വസ്തുക്കൾ. ആ ലിസ്റ്റ് പിന്നെയും തുടരുകയാണ് 13-ാമത്തെ വാക്യത്തിൽ. കറുവാപ്പട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, കുന്തിരിക്കം, വീഞ്ഞ്, എണ്ണ, നേർത്ത മാവ്, ഗോതമ്പ്, കന്നുകാലികൾ, ആടുകൾ, കുതിരകൾ, രഥങ്ങൾ. ഇനി അവസാനം പറയുന്ന കാര്യം ശ്രദ്ധാപൂർവം കേൾക്കുക. അടിമകൾ, അതായത് മനുഷ്യാത്മാക്കൾ. നമുക്ക് ഈ വ്യാപാരികളുടെ വിലാപത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഇവിടെ പറയുന്ന ആ വസ്തുക്കൾ, ഒരു കാര്യം തീർച്ചയാണ്, ഇവിടെ വിവരിക്കപ്പെടുന്ന ഈ വസ്തുക്കളൊക്കെ അത് ആർക്കാണ് വേണ്ടത്? അതൊക്കെ ആർഭാടത്തിൻ്റെ, സമ്പന്നതയുടെ ഒക്കെ പ്രതീകങ്ങളാണ്. സ്വർണവും വെള്ളിയും ദന്തനിർമ്മിതമായ വസ്തുക്കളും പട്ടും ധൂമ്ര വസ്ത്രങ്ങളുമൊക്കെ അതൊക്കെ രാജ കൊട്ടാരങ്ങളിൽ, പ്രഭുമന്ദിരങ്ങളിലൊക്കെയാണ് നമ്മൾ കാണുക. അപ്പോൾ ഇതൊക്കെ വിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ സാമ്രാജ്യം തകരുമ്പോൾ ഈ വ്യാപാര ശൃംഖലയൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ്. അത് അന്ന് നടന്ന കാര്യം മാത്രമല്ല കേട്ടോ. ഇന്നും നമ്മളൊക്കെ നോക്കുക, സമ്പദ് ഘടനയൊക്കെ ഒന്ന് തകരുമ്പോൾ ഏറ്റവും ആദ്യം വിലപിക്കുന്ന ആരാണ്? ഈ വ്യാപാരികൾ, കച്ചവടക്കാർ തന്നെയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? തങ്ങളുടെ വസ്തുക്കളൊന്നും വിൽക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ ഈ ലോകത്തെയൊക്കെ നമ്മൾ ഗ്രസിക്കുന്ന മഹാമാരികൾ വരുമ്പോൾ, ആ കോവിഡ് കാലമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അന്ന് എന്താ സംഭവിച്ചത്? അന്ന് പല വ്യവസായങ്ങളും ഒക്കെ തകർന്ന് തരിപ്പണമായി. ഏത് തരം വ്യവസായങ്ങളാണെന്നും കൂടെ ചിന്തിച്ച് നോക്കുക. ആർഭാട വസ്തുക്കൾ നിർമ്മിക്കുന്ന വ്യവസായ കേന്ദ്രങ്ങളൊക്കെ. കാരണം അന്ന് അതൊന്നും അവർക്ക് ആവശ്യമില്ല. അന്ന് അവർക്ക് വേണ്ടത് എന്താണ്? ജീവൻ നിലനിർത്തുവാനായിട്ട് ആവശ്യമായ കാര്യങ്ങൾ മാത്രം. അത്യാവശ്യം വേണ്ട ഭക്ഷണം, വലിയ വലിയ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊന്നുമല്ല, സാധാരണ ഭക്ഷണവും സാധാരണ വസ്ത്രങ്ങളുമൊക്കെ. അപ്പോൾ ഇന്നും നമ്മൾ കാണുന്നത് അന്ന് സംഭവിച്ച കാര്യം തന്നെ. ഞാൻ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ വിവരണത്തിൽ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിരുന്നു, വെളിപാടിൽ പറയുന്ന പല കാര്യങ്ങളുമൊക്കെ അത് ഇന്നും പ്രസക്തമാണ്. അതിൻ്റെ പേരുകൾ വ്യത്യസ്തമായിരിക്കാം, അതിൻ്റെ നിറവും ഭാവമൊക്കെ വ്യത്യസ്തമായിരിക്കും, പക്ഷേ അതിൻ്റെ ആ അത് സത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, അത് അന്നും ഇന്നും ഒന്ന് തന്നെയാണ്. തിന്മയുടെ രൂപങ്ങൾ അത് വ്യത്യസ്ത ഭാവത്തോടെ പ്രത്യക്ഷപ്പെടുന്നെങ്കിലും തിന്മ അന്നും ഇന്നും ഒന്ന് തന്നെ. ഓക്കെ, നമുക്കതിലേക്ക് പിന്നീടൊക്കെ കടക്കാം. ഓക്കെ, ഇവിടെ വിവരിക്കപ്പെടുന്ന വ്യാപാരികൾ
അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ ആ വ്യാപാരികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളും പഴയ നിയമത്തിലേക്ക് തന്നെയാണ് പോവുക. എസെക്കിയേൽ 27-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ഈ ടയറിനെ കുറിച്ച്, അന്നത്തെ വളരെ പ്രസിദ്ധമായിട്ടുള്ള സാമ്രാജ്യമായ ടയറിനെ കുറിച്ച് പറയുന്നുണ്ട്. 27-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ, സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടയറിനോട് പറയുക, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ടയർ അവികല സൗന്ദര്യത്തിളമ്പ് എന്ന് നീ അഹങ്കരിച്ചു. ഓക്കെ, അതേ തുടർന്ന് അവളുടെ വ്യാപാര വസ്തുക്കളെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അന്നും ഈ ടയർ എന്ന് പറയുന്ന ആ ഒരു നഗരം, ടയർ നമുക്ക് ഇത് കണ്ടില്ലേ, ഈ ചുവന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നതൊക്കെ ആ ടയർ സാമ്രാജ്യത്തിൻ്റെ ആ വ്യാപാരികളൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഏഷ്യയുടെയും പിന്നെ യൂറോപ്പിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ. ഇപ്പോൾ ഇത് ഇവിടെ കാണുന്നത് അത് സ്പെയിനിൻ്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഭാഗങ്ങൾ. അപ്പോൾ ഒരു വലിയ ഒരു ലോകം തന്നെ അക്കാലത്ത്, ഇപ്പോൾ എത്ര 2000-2500 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് നമ്മൾ ഓർക്കണം. അന്ന് വലിയൊരു വ്യാപാര ശൃംഖല കെട്ടിപ്പടുക്കുവാനായിട്ട് ആ ടയർ എന്ന് പറയുന്ന ആ നഗരത്തിനൊക്കെ സാധിച്ചിരുന്നു. അപ്പോൾ അവിടെയും വിറ്റഴിച്ചുകൊണ്ടിരുന്ന ആ സാധനങ്ങൾ ഇതുപോലെ തന്നെയൊക്കെയുള്ള ഒക്കെ തന്നെയായിരുന്നു. അവിടെയും ആഡംബര വസ്തുക്കൾ തന്നെയായിരുന്നു അവിടെയുമൊക്കെ വിറ്റ് കൊണ്ടിരുന്നത്. ചിലതൊക്കെ ഒന്ന് വായിക്കാം. 12-ാമത്തെ എസെക്കിയേൽ 27-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇതിൻ്റെ തരത്തിലുമുള്ള സമ്പത്ത് കണ്ട് താർശിഷുകാർ നീയുമായി വ്യാപാരത്തിന് വന്നു. വെള്ളി, ഇരുമ്പ്, കാരീയം എന്നിവ അവർ ചരക്കുകൾക്ക് പകരം തന്നു. ഓക്കെ, ഓട്ടുപാത്രങ്ങൾ, കുതിരകൾ, പടക്കുതിരകൾ, കോവർക്കഴുതകൾ, ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഇവിടെ വീണ്ടും വിവരിക്കുന്നത് കാണുന്നു. അപ്പോൾ പണ്ട് ഒക്കെ ഉണ്ടായിരുന്ന എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ വിവരിക്കുന്ന ആ വ്യാപാര വസ്തുക്കൾ തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുക. പറയപ്പെടുന്നത് ടയറിനെ കുറിച്ച് പറയുന്ന ആ വിവരണത്തിലെ പല വസ്തുക്കളും ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ടയർ എന്ന് പറയുന്ന ആ നഗരം സമ്പാദിച്ചതുപോലെ കടൽ വ്യാപാരം വഴി സമ്പാദിച്ചതുപോലെയുള്ള സമ്പത്താണ് ഇവിടെയുമൊക്കെ കാണുക. ഇനി കടൽ വ്യാപാരത്തെക്കുറിച്ച് ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഇന്നത്തേനേക്കാൾ വളരെ വളരെ ദുഷ്കരമായിരുന്നു ഈ കടൽ വ്യാപാരം എന്ന് പറയുന്നത്. കാരണം കടലിലൂടെയൊക്കെയുള്ള യാത്ര എത്രയോ ദുഷ്കരമാണ്. അപ്പോൾ കപ്പൽ യാത്ര എന്ന് പറയുന്നത് പലർക്കുമൊക്കെ പേടി സ്വപ്നമാണ്. എത്ര കപ്പലുകൾ പോയാലാണ് ചിലതെങ്കിലും അതിന് ലക്ഷ്യസ്ഥാനത്തെത്തി തിരികെ ആ സമ്പത്തുമായിട്ടൊക്കെ തിരികെ വരിക. അപ്പോൾ വളരെ അപകടകരമായിട്ടുള്ള ഒരു ദൗത്യമായതുകൊണ്ട് തന്നെ അതുവഴി അവർ ഒത്തിരിയേറെ സമ്പത്തും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ കൊണ്ടുവരുന്ന വസ്തുക്കൾ അന്യരാജ്യങ്ങളും ദൂരരാജ്യങ്ങളിൽ നിന്നും വളരെ നിസ്സാരമായിട്ടുള്ള വിലയ്ക്ക് കൊണ്ടുവരുന്ന ആ വസ്തുക്കളൊക്കെ തങ്ങളുടെ ദേശത്ത് കൊണ്ടുവന്ന് അത് വലിയ വിലയ്ക്ക് വിറ്റ് വലിയ സമ്പത്തൊക്കെ അവർ കുന്നുകൂട്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ, ഈ ഒരു കടൽ വ്യാപാരത്തിൻ്റെയൊക്കെ പിന്നിലുള്ള ആ ഒരു വികാരം എന്താണ്? തങ്ങൾക്ക് എങ്ങനെയും സമ്പത്ത് ആർജിക്കണം. അതായത് ആർത്തി, സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ആർത്തി. അപ്പോൾ ഈ ആശയാണ് ഇവരൊക്കെ ഇതിനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ അതുവഴി ആണ് അവർ ഈ വലിയ ഈ കടൽ യാത്രയ്ക്കൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ അതുവഴിയായിട്ട് സമ്പത്ത് ആർജിച്ച പഴയ സാമ്രാജ്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ ആണ് അക്കാലത്ത്, വെളിപാടിൻ്റെ കാലത്ത് റോമൻ സാമ്രാജ്യവും ഇതുപോലെ തന്നെ കടൽ വ്യാപാരം വഴിയായിട്ട് തന്നെയാണ് ഈ സമ്പത്തുകളൊക്കെ ആർജിച്ച് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ അന്ന് ആ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന പല ആർഭാട വസ്തുക്കളും ദൂര ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്നവയായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോലുമുള്ള വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നാണൊക്കെ പറയപ്പെടുക. അപ്പോൾ ലോകമെങ്ങുമുള്ള ഏറ്റവും നല്ല വസ്തുക്കൾ അത് അവിടെ കൊണ്ടുവന്ന് അത് വിറ്റഴിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ആ ലാഭം അത് കുന്നുകൂട്ടിയ ആ സാമ്രാജ്യം. ഇനി ഈ കച്ചവടക്കാർ, വ്യാപാരികൾ ഇവരിപ്പോൾ വിലപിക്കുന്നത് എന്തുകൊണ്ടാണ്? തങ്ങൾ
കൊണ്ടുവരുന്ന ഈ വസ്തുക്കൾ വാങ്ങാനായിട്ട് ഇനി ആരുമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിരുന്ന മാർക്കറ്റായിരുന്നു ഈ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്, ഈ ബാബിലോൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ സാമ്രാജ്യം. അപ്പോൾ അതിവിടെ തകർന്ന് തരിപ്പണമാകുമ്പോൾ അവർ കൊണ്ടുവരുന്ന വസ്തുക്കളിന് വിറ്റഴിക്കൊണ്ട് അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇവർ ഈ വിലപിക്കുന്നത് എന്തുകൊണ്ടാണ്? തങ്ങൾക്ക് ഇനി സമ്പത്ത് കുന്നുകൂട്ടാൻ സാധിക്കില്ലല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ടാണ്. അപ്പോൾ ഇവർക്ക് നഷ്ടമാകുന്ന കമ്പോളത്തെക്കുറിച്ചാണ് ആകുലത, അല്ലാതെ ഈ ഒരു തങ്ങളുടെയൊക്കെ കൂട്ടാളിയായിരുന്ന ഈ റോമൻ സാമ്രാജ്യം തകർന്നു പോയതുകൊണ്ട് അവളോടുള്ള സഹാനുഭൂതി ഒന്നുമല്ല ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഈ സാമ്രാജ്യമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് അതൊക്കെ വളരെ ഒരു ഉപഭോഗ തരത്തിലുള്ള ബന്ധം മാത്രമായിരുന്നു, വ്യക്തിപരമായിട്ടുള്ള ബന്ധമൊന്നുമല്ല. ഉപയോഗിക്കുക, തള്ളിക്കളയുക. ഇന്ന് നമ്മൾ പറയാറില്ലേ, ഈ കമ്പോള വ്യവസ്ഥിതിയിലുള്ള മൂല്യം എന്ന് പറയുന്നത് അതാണ്, ഉപയോഗിക്കുക പിന്നെ ഉപേക്ഷിച്ച് കളയുക. അപ്പോൾ എനിക്ക് ഉപയോഗപ്രദമെങ്കിൽ ഞാനിതെടുക്കും, ഞാൻ അവരുമായിട്ടുള്ള ആ ബന്ധം അത് സ്ഥാപിക്കും, പുലർത്തും. ഇനി അതില്ലയോ പിന്നെ ആ ബന്ധങ്ങൾ നമ്മളൊക്കെ ഉപേക്ഷിക്കും. അപ്പോൾ അത് തന്നെയാണ് അവിടെയൊക്കെ കാണുന്നത്. അപ്പോൾ ഈ ആർഭാട വസ്തുക്കളൊക്കെ ബാബിലോണെന്ന നഗരത്തിൽ വിറ്റാണ് ഇവരൊക്കെ ധനം ആർജിച്ചിരുന്നത്. അപ്പോൾ അത് നഷ്ടപ്പെട്ടതിനെ ഓർത്തുള്ള ഒരു കരച്ചിലും വിലാപവും ഒക്കെയാണ് ഇവരൊക്കെ പ്രകടിപ്പിക്കുക. ഇനി ഇവർ ഒക്കെ ഇവിടെ വിവരിക്കപ്പെടുന്ന ഈ വസ്തുക്കൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസെക്കിയേൽ പ്രവാചക പുസ്തകത്തിൽ 27-ാം അധ്യായം 12 മുതൽ വിവരിക്കുന്ന ഒത്തിരിയേറെ വസ്തുക്കളുണ്ട്. അവിടെയൊക്കെ വിറ്റഴിച്ചു കൊണ്ടിരുന്ന വസ്തുക്കൾ, അതിൽ 29 വസ്തുക്കളിൽ 15 എണ്ണവും ഈ വെളിപാടിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലീനി റോമൻ സാമ്രാജ്യത്തിൽ ഏറ്റവും വിശേഷപ്പെട്ടതെന്ന് വിലയേറിയതെന്ന് വിവരിക്കുന്ന 27 വസ്തുക്കളിൽ 18 എണ്ണവും ഈ ലിസ്റ്റിലുണ്ട് എന്നറിയുമ്പോൾ നമുക്കറിയാം ഈ വെളിപാടിലൊക്കെ വിവരിക്കുന്നത് അന്നൊക്കെ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി തന്നെയാണ്. അപ്പം അതിലുള്ള നമുക്ക് ഓരോ വസ്തുക്കളുമൊക്കെ ഒന്ന് അതിലൂടെ ഒന്നൊക്കെ കടന്നു പോകാൻ നോക്ക്. അപ്പോൾ ആദ്യം സൂചിപ്പിക്കുന്നത് സ്വർണം തന്നെയാണ്. നമുക്കറിയാം അന്നും ഇന്നുമൊക്കെ എല്ലാവരും ഏറ്റവും കൂടുതൽ പരക്കം പായുന്നത് ഈ സ്വർണത്തിൻ്റെ പിന്നാലെയാണ്. ഇന്നൊക്കെ മാർക്കറ്റിൽ നമ്മളൊക്കെ എന്തെങ്കിലും വിലയേറെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതാണ് സ്വർണത്തിന് എന്ത് വിലയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണ് പറയാനും കൂടിയില്ല. സ്വർണ്ണമില്ല എങ്കിൽ നമുക്കറിയാം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പോലും ഒക്കെ മടിയാണെന്നറിയാം. അപ്പോൾ ഈ സ്വർണം അക്കാലത്ത് അത് സ്പെയിനിൽ നിന്നാണ് കൂടുതലും കൊണ്ടുവന്നിരുന്നത് എന്നാണ് പറയപ്പെടുക. അതായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട ഉറവിടം. അപ്പോൾ ഈ സ്വർണം തീർച്ചയായിട്ടും അക്കാലങ്ങളിലും ആഭരണത്തിനായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രതിമകൾ, പ്രത്യേകിച്ച് ദേവവിഗ്രഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഈ സ്വർണം ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ സമൂഹത്തിൽ ഒക്കെ ഏറ്റവും വിലയേറിയെന്ന് കരുതപ്പെട്ടിരുന്ന ആ വസ്തുക്കൾ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് വിവരിക്കുന്നതാണ് അവിടെയുള്ള വെള്ളിയും സ്വർണത്തിന് അത്രയും പ്രാധാന്യമുള്ളതല്ല എങ്കിലും അന്നും വളരെ വിശേഷപ്പെട്ട ഒരു വസ്തു തന്നെയായിരുന്നു. അതും ഒക്കെ ആഭരണങ്ങളും പിന്നെ പ്രതിമകളും ഒക്കെ ദേവവിഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ തന്നെയാണ്. പിന്നെ സമ്പന്നരുടെ വീടുകളിലൊക്കെ വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. സമ്പന്നരൊക്കെ അവരൊക്കെ വെള്ളിപ്പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുക. അതൊരു സമ്പത്തിൻ്റെ ആർഭാടത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് അവർ കണ്ടിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ അവരൊക്കെ ഉപയോഗിക്കുന്ന പല മേശ, കട്ടിൽ പോലുള്ള അതൊക്കെ വെള്ളിയാൽ പൊതിഞ്ഞിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ആ വിശേഷപ്പെട്ട കല്ലുകൾ അല്ലെങ്കിൽ വജ്രം, അതൊക്കെ നമുക്കറിയാം അതൊക്കെ കുറേ വിദൂര ദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരുന്നത്. കൂടുതലും ആഫ്രിക്കയിൽ നിന്നായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പോലും അവയെല്ലാം കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയപ്പെടുക. ഇനി ഈ മൃദുല വസ്ത്രം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് അത് കൂടുതലൊക്കെ ഈജിപ്ത്, പിന്നെ അതുപോലെ തന്നെ ഏഷ്യ മൈനർ, സ്പെയിൻ എന്ന രാജ്യങ്ങളിൽ നിന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇനി
ഈ ധൂമ്ര നിറം എന്ന് പറയുന്നത് ഇപ്പോൾ അന്നൊക്കെ എല്ലാവരും ഒക്കെ വളരെ വിശേഷപ്പെട്ടെന്ന് കരുതിയിരുന്ന ആ ഒരു നിറം, അതിൻ്റെ ഉറവിടം ആഫ്രിക്ക, ഗ്രീസ് എന്നീ ദേശങ്ങളൊക്കെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ വസ്ത്രവും ഈ നിറവുമൊക്കെ പൗരാണിക കാലങ്ങളിൽ സമ്പന്നതയുടെയും പ്രൗഢിയുടെയും ഒക്കെ അടയാളങ്ങളായിരുന്നു. ഇനി പട്ട് നമുക്കറിയാം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടം അത് ചൈന തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പോലും ഇത് വന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വസ്ത്രങ്ങളൊക്കെ, ഇതുപോലുള്ള സുന്ദരങ്ങളായിട്ടുള്ള അപൂർവങ്ങളായിട്ടുള്ള ഈ വസ്ത്രങ്ങളൊക്കെ അത് കൂടുതലും പ്രഭുമന്ദിരങ്ങളിലും ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ പ്രഭുത്വത്തിൻ്റെയും ആഢ്യത്വത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടൊക്കെ കരുതപ്പെട്ടിരുന്നതിനാൽ അപ്പോൾ അതിനൊക്കെ അക്കാലത്ത് വലിയ വലിയ ഡിമാൻഡുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കൾ, അപ്പോൾ അതിനെക്കുറിച്ച് അവിടെ ഇനിയും അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പല വസ്തുക്കളൊക്കെ ഉണ്ട്. അതിൻ്റെ ലിസ്റ്റ് നമ്മൾ ഇനിയും തുടരുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ആ വ്യാപാരികൾ വിലപിക്കുന്നത് എന്താണ്? തങ്ങളൊക്കെ കൊണ്ടുവരുന്ന ആ വിശേഷപ്പെട്ട വസ്തുക്കൾ അതൊക്കെ ഇനി വാങ്ങാനായിട്ട് ആരുമില്ലല്ലോ. അതായത് അതിനൊക്കെ യാതൊരു മൂല്യവുമില്ല. അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ശോഭയേറിയതും തിളങ്ങുന്നതുമൊക്കെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് ഒരു മൂല്യമില്ല, ഒരു വിലയുമില്ല. അതൊക്കെ നശിച്ചു പോയി. ഇതെന്തിനാണ് യഥാർത്ഥ ശോഭയുള്ളത്, മൂല്യമുള്ളത്? അതാണ് ആരാധന സമൂഹത്തോട് വെളിപാട് ഗ്രന്ഥകാരൻ ചോദിക്കുന്നത്. ആ ചോദ്യം തന്നെയാണ് കേൾവിക്കാരായ നിങ്ങളോടുമുള്ളത്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.